മഡോദയിൽ നിന്ന് വരുന്ന ഒരു എഞ്ചിനീയറിന്റെയും ആർട്ടിസ്റ്റിന്റെയും ജോഡി അവരുടെ ലോകത്ത് കഥകൾ എഴുതപ്പെടുകയോ വായിക്കപ്പെടുകയോ അല്ല ചെയ്യുന്നത്, ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഗംഭീര ഐഡിയ എന്താണ്? വരൂ, കൃഷ്ണയോടും ഭൗതികനോടും ചോദിക്കാം. നമസ്കാരം ടൈറ്റൻസ്. എന്റെ പേര് കൃഷ്ണ സത്പുര. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്, ഭൗതിക് സത്പുര. നമസ്കാരം ടൈറ്റൻസ്. ഞാനിന്ന് പറയാൻ പോകുന്നത് കുട്ടിക്കാലത്തെ പറ്റിയാ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരായിരിക്കും. അന്ന് മുത്തശ്ശിമാരുടെ മടിയിലിരുന്ന് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരുന്ന കാലം. കൊരങ്ങനും പിന്നെ മുതലയും സിംഹവും കുറുക്കനും ഇവരെ പറ്റിയുള്ള കഥകളെല്ലാം കേട്ട് നമുക്ക് നല്ലൊരു സംസ്കാരം കിട്ടിയിരുന്നു. ചിലപ്പോ വല്ലാതെ ചിരി വരുമായിരുന്നു, എന്നാ ചിലപ്പോ കണ്ണു തുറിച്ചു പോകുമായിരുന്നു. ഈ കഥകളുടെ ചിലന്തി വലയ്ക്കകത്തുപെട്ട് എന്തായാലും നന്നായി ഉറങ്ങുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടിക്കാലോ വളരെ വ്യത്യസ്തമാ. സ്ക്രീൻസും ഗാഡ്ജറ്റ്സിന്റെയും കാലഘട്ടത്തിലാണ് ഇന്ന് കുട്ടികളുടെ രാവും പകലും കൊഴിഞ്ഞു വീഴുന്നത്. ഈ മാൻ, ആ മാൻ, അങ്ങനെ എല്ലാ സൂപ്പർ ഹീറോസും ഗംഭീരം. പക്ഷെ ഇവരുടെയൊക്കെ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കഥകൾ എന്നുള്ള നമ്മുടെ സംസ്കാരമാണ്. ഇവരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ ടൈറ്റൻസ്. അവര് പാവം എന്ത് ചെയ്യും? കൊരങ്ങൻ മുതലയെ പറ്റിച്ച കഥ, അതുപോലെ ആമ മുയലിനെ പറ്റിച്ച കഥയും അവർക്കെങ്ങനെ അറിയും? കഥ വായിച്ചിട്ട് തന്നെ ഇല്ലെങ്കിൽ പിന്നെ അവർ നല്ല കഥയും ചീത്ത കഥയും എങ്ങനെ കണ്ടുപിടിക്കാനാ? അതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് സ്റ്റോറി ടെയിലർ. Thank you. Bye. So cute. Bye bye. See you. ഇവിടെ കുട്ടികൾ ആ പുതിയ സ്റ്റൈലിഷ് ഡ്രസ്സൊന്നും ഇടുന്നില്ല, മറിച്ച് കഥകളൊക്കെ ആ പുതിയ രീതിയിൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടൈറ്റൻസ്, ഞങ്ങളുടെ ഈ ഡ്രസ്സുകളില് വെറും ഡിസൈൻസ് മാത്രമല്ല, സംസ്കാരം കൂടെ തുന്നി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിഷൻ ഇതാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ മുത്തശ്ശിമാരുടെ കൂടെ ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വളർന്നു വലുതായത്, എങ്ങനെയാണോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം കഥകൾ നിറഞ്ഞു നിന്നത്. ഗുജറാത്തി വീടുകളിൽ തവളയെ പോലെ കരയുന്നു എന്ന് പറയാറില്ലേ? When anybody is very talkative, our granny used to say, നീ തവളയെ പോലെ കരയുന്നല്ലോ എന്ന്. and when anybody is over proud, അതിനും അവർ ഒരു ഉദാഹരണം പറയാറുണ്ട്. oh, that way stories have always been part of our moral upbringing. പക്ഷെ ഇന്ന് എന്താ നടക്കുന്നത്? ഇത് വളരെ ഫാസ്റ്റായ കാലഘട്ടമാണ്. പാരന്റ്സ് രണ്ടുപേർക്കും ജോലിയുണ്ട്, ന്യൂക്ലിയർ ഫാമിലീസ് ആണ് വളർന്നു വരുന്നത്. അതിലും ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ക്രീൻ ടൈം. അപ്പോ കുട്ടികളുടെയൊക്കെ ഇമാജിനേഷൻ, ഇൻട്രസ്റ്റ് ലെവൽ എല്ലാം വളരെ കുറഞ്ഞു വരിക. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് തുണികളും സ്റ്റോറീസും തമ്മിലുള്ള കോമ്പിനേഷനിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ? ഇതിനോടൊപ്പം നമ്മൾ തുണികൾ മാത്രമല്ല വിൽക്കുന്നത്, ഒപ്പം ഒരു ഓവറോൾ എക്സ്പീരിയൻസ് കൂടിയാണ് വിൽക്കുന്നത്. നിങ്ങളിപ്പോ കാണുന്നുണ്ടാവല്ലോ, ഇതൊരു റീസൈക്കിൾ ബോക്സ് ആണ്. ഇത് ബേസിക്കലി ഒരു പിസ്സ ബോക്സ് ആണ്. പക്ഷെ ഇതിന്റെ പുറകുവശം ഒരു മാസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ലൈക്ക് ദിസ്. Yeah. These are the origami rabbit and tortoise which can be made from this bill. അതുപോലെ എല്ലാ ഡ്രസ്സുകളിലും ഏതെങ്കിലും ഒരു പഞ്ചതന്ത്രം സ്റ്റോറി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു ടാഗ് ഉണ്ടാവും, അതിലായിരിക്കും ഈ സ്റ്റോറി പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൂടെ ഒരു ഫ്ലിപ്പ് ബുക്കും ഉണ്ടായിരിക്കും, അത് ആ സ്റ്റോറീസിനെ ആനിമേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ പല രീതിയിലും നമ്മൾ അവരെ ആ കഥയുടെ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു സീറോ വേസ്റ്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ തുണികൾ എത്ര ബാക്കി വരികയാണെങ്കിലും ബറോഡയുടെ പരിസരത്തുള്ള റൂറൽ സ്ത്രീകളുമായിട്ട് ചേർന്ന് ഇത്തരം ഹാൻഡ് മെയ്ഡ് പ്ലസ് ടോയ്സും ഉണ്ടാക്കും. അപ്പോ ടൈറ്റൻസ്, ഇതാണ് ഞങ്ങളുടെ ഐഡിയ. വെരി വെരി നൈസ്. താങ്ക് യു മാഡം. മിനി സ്ക്രീൻ മുകളിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ ആ ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഗോട്ട് എ ടച്ച് ഓഫ് ഗ്ലാസ്. അതിലൊരു യുണീക്നെസ് ഉണ്ട്. പിന്നെ നിങ്ങളൊരു ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു, ബട്ട് ദിസ് ഈസ് എ വെരി വെരി ഗ്ലോബൽ വേ ഓഫ് പ്രസന്റിങ്. ഇപ്പോഴും ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ഈ പർപ്പസ് ബിഹൈൻഡ് ദ ബ്രാൻഡ് മനസ്സിലായില്ലെങ്കിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലും കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ല. മെയിൻലി ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്താണ്? എന്തു പറയാനാ, ഇപ്പോ കുട്ടികൾക്ക് പരസ്പരം തിരിച്ചറിയുന്ന പോലുമില്ല. അപ്പൊ അവരുടെ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും തുടങ്ങുക? എടാ, നിന്റെ ഡ്രസ്സില് റാബിറ്റ് ആണല്ലോ, ആ നിന്റെ ഡ്രസ്സില് ആടാണല്ലോ, എന്താ ഇത്?
ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദാ കണ്ടോ ഞാൻ ഈ സ്റ്റോറിയിലെ ഡ്രസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവര് പോലും അറിയാതെ അവര് പോകുന്നത് സ്റ്റോറീസിലേക്കാ. ഐ വാണ്ട് ടു ആസ്ക് യു, നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? 3 വർഷമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ സത്യം പറഞ്ഞ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? Of course, അത് ഞാൻ പറയാം. കണ്ടില്ലേ ഇതാണ് പ്രശ്നം. എല്ലാ ഭാര്യമാർക്കും ഒരു പ്രോബ്ലം അല്ല, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരിക്കും എന്ന് അല്ല, പറയാലോ. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തെറ്റാണ്. വൈഫ് ഈസ് ഓൾവേസ് റൈറ്റ്. അത് ശരിയാണ് സർ. പക്ഷേ ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. എല്ലാ വൈഫുകളും പറയും എനിക്ക് സമയം തരുന്നില്ലെന്ന്. ഞങ്ങൾ പക്ഷെ 24 മണിക്കൂർ ഒന്നിച്ചല്ലേ ഓഫീസിലുള്ളത്. See, തീർച്ചയായും ഫെമിനിസ്റ്റ് ആണ്. അവർക്ക് നിങ്ങൾ സമയം കൊടുത്തേ അത് തീരൂ. ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ മാഡം. നോ, അതുകൊണ്ടല്ലേ ഹിസ് വേ ഓഫ് സേയിങ് ഇസ് എല്ലാ ഭാര്യമാരുടെയും കംപ്ലൈന്റ് ആണ് ടൈം കൊടുക്കുന്നില്ലെന്ന്. ഞാൻ മറിച്ചാണ് പറയുന്നത്, കുറച്ച് സമയം മാറി നിൽക്കാം. That's what I was trying to say. നിങ്ങളുടെ ഈ വർക്ക് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ എത്ര പൈസയാണ് ഇട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് എത്രയാണ്? അതിനെ കുറിച്ച് പറയാൻ അതെ, പറ്റുമോ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഐ എം ദ 75% ഓണർ വാവ്. ആൻഡ് 25% ഓൺഡ് ബൈ ഹിം. എന്തിനാണ് ഈ ഡിസ്ക്രിമിനേഷൻ? ഇദ്ദേഹം മെയിൻ ആയിട്ടും എനിക്ക് ഡിസൈൻ മാർക്കറ്റിംഗ് സപ്പോർട്ടാ തരുന്നത്. ഫിനാൻസിങ്, ഓപ്പറേറ്റിംഗ് ഇത് എല്ലാം ഞാനാ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും. അപ്പോ പൈസ എത്തുന്നതാരാണോ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ ഷെയർ. വീട്ടിന്റെ ലക്ഷ്മി Yeah, ഇവളല്ലേ? then the split is fine. Yeah, the split is fine. നിങ്ങൾ ശരിക്കും ഇന്ത്യൻ സൂപ്പർ ഹീറോസ്, ഇന്ത്യൻ ഫോക്ലോർസ്, ഇന്ത്യൻ കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പൊ പാരന്റ്സിനുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടോ? Yes, Yes, sir. sir. വലിയ വലിയ നിലയിൽ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. വളരെ വലിയ മാറ്റം അതെ, sir. ഉണ്ടായിട്ടുണ്ട്. പിന്നെന്തൊരു കാര്യം എന്നറിയോ, ചില പാരന്റ്സിന്റെ കാര്യം എടുത്താൽ ഇഫ് ദേ ആർ വെരി ബിസി ഇൻ ടുഡേസ് ലൈഫ് ദേ ഹാവ് ദാറ്റ് ഗിൽറ്റ് ഓൾസോ. റൈറ്റ്. അതായത് നമ്മള് കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ആ കഥകളൊക്കെ നമ്മള് കേട്ട് വളർന്ന കഥകള് എന്റെ മോന് കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഡേ കെയറിൽ അതെങ്ങനെ കിട്ടാനാ? അപ്പൊ ആ എഫെക്ഷൻ എങ്ങനെ വരാനാ? ആ മോറൽ ബിൽഡിംഗ് എവിടുന്ന് കിട്ടും? ശരി, എങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ബോക്സ് ഞാൻ എടുക്കാം. അപ്പൊ പിന്നെ ഞാനും അറ്റ്ലീസ്റ്റ് ടൈം കണ്ടെത്തി ഈ ഫ്ലിപ്പ് ബുക്ക് വഴിയെങ്കിലും ഈ കഥകളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കി കൊടുക്കാലോ. ഇതുവരെ എപ്പോ എത്ര ടേൺ ഓവർ ആയിട്ടുണ്ട്? സർ, ഞങ്ങൾക്ക് ഇതുവരെ ടിൽ ഡേറ്റ് 55+ റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. 3 വർഷത്തിലോ? യെസ് സർ. അപ്പൊ ഈ വർഷം ഇതുവരെ എത്രയായി? സർ, ഈ വർഷം റവന്യൂ 9 lakhs സംതിങ്. 9 അല്ലേ? അപ്പൊ നിങ്ങൾ ഈ വിൽക്കുന്ന രീതി ഏതാണ്? ഏത് ചാനലാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി റൈറ്റ് നൗ വി ആർ സെല്ലിംഗ് ഓൺലി ത്രൂ ഓൺലൈൻ ആൻഡ് എക്സിബിഷൻ പോപ്പ് ബോക്സ്. ഓക്കെ. പിന്നെ നമ്മൾ അതിൽ നമ്മുടെ വെബ്സൈറ്റ്, പിന്നെ ചില മാർക്കറ്റ് പ്ലേസസ് ലൈക്ക് ഫസ്റ്റ് ക്രൈ, മിന്ത്ര ഇതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോ എക്സിബിഷന്റെ പെർസെന്റ് ഓഫ് സെയിൽ എത്രയാണ്? ഓൺലൈനിൽ എത്രയാണ്? ഓക്കെ, ഇഫ് വി ഡു ദ സ്പ്ലിറ്റ് ദ വെബ്സൈറ്റ് ഇസ് അറൌണ്ട് 60%, 20% ഈസ് ടു മാർക്കറ്റ് പ്ലേസസ് ആൻഡ് 20% ഈസ് ടു എക്സിബിഷൻ. നിങ്ങളുടെ ഈ പ്രൈസ് പോയിന്റ്സിനെ പറ്റി പറയൂ. നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വില വരുന്നത് 699 ആണ്. പിന്നെ എത്നിക് വെയർസ് 8 ഇയേഴ്സിന്റെ ഹയസ്റ്റ് 2200 ആണ്. Which is very compatible. Which is very competitive for the That's quality right. of fabric we offer, for the experiential package we offer. നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി എന്താണ്? സർ, ഇപ്പോ ഞങ്ങള് വി ആർ നോട്ട് റീച്ച്ഡ് ബ്രേക്ക് ഈവൻ. കഴിഞ്ഞ വർഷം ഞങ്ങള് അബൌട്ട് ടു റീച്ച് ബ്രേക്ക് ഈവൻ. പക്ഷെ അപ്പൊ ഞങ്ങളുടെ ഡിജിറ്റൽ ഏജൻസി ഒന്ന് ചേഞ്ച് ചെയ്തു. Because we fall into the false marketing policy of some marketing agents and they said നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ ഞങ്ങൾ 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരും. അത് കേട്ട് സ്വാർത്ഥരായി പോയി. അതുകൊണ്ട് കൂടി ഞങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. വി ആർ നോട്ട് പ്രോഫിറ്റബിൾ. നിങ്ങളുടെ ആസ്ക് എത്രയാണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എക്സ്പെർട്ടൈസിന്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അങ്ങനെ ഈ ബ്രാൻഡിനെ വളരെ മുന്നിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് 75 lakhs rupees ആണ്, വിത്ത് എ കൺവേർട്ടബിൾ നോട്ട് അറ്റ് 20% ഡിസ്കൗണ്ട് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന 75 lakhs എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്? സർ, അത് വെച്ച് ഞങ്ങൾക്ക് അടുത്ത വർഷത്തെ ഇൻവെന്ററി ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പോകാനുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ടീമേ ഉള്ളൂ. സോ ഐ വോണ്ട് ടു ഡു ടീം എക്സ്പാൻഷൻ ആസ് വെൽ. 25 lakhsന്റെ ഓഫർ തരാം എന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ. മണി വിൽ ബി യൂസ് കമ്പൽസറി ഓൺലി ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. കൺവേർഷൻ ആർ ദ ഫ്യൂച്ചർ ഡീൽ ആർ ദ പ്രീ ഡിസൈഡഡ് റീൽ. ഓക്കെ. All the best. I am not going to invest, but I like the concept. താങ്ക് യു. Thank you, sir. Thank you. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഒരു ടൈറ്റൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈറ്റൻ നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടൈറ്റൻസിന്റെ മനസ്സറിയുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. തീർച്ചയായും. അപ്പോൾ ഓഡിയൻസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Thank you so much. Thank you so much.
നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. സന്ദേശ് സാർ, ഇപ്പോ ആളുകൾ ഇത്രയും വലിയൊരു അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പോ നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ? ആദ്യം ഞാൻ അവർ പറയുന്നത് മനസ്സിലാക്കുന്നു. എന്നാ പിന്നെ ഈ വേദി മെന്റർഷിപ്പിന്റെയും അതുപോലെ ഐഡിയ തരുന്നതുമായതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാൻ ഉദ്ദേശിക്കുകയാണ്. മാസത്തിൽ 2 ദിവസം ഈ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം വരികയാണെന്ന് ഇരിക്കട്ടെ. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനൊരു 5% ഇക്വിറ്റി പ്രതീക്ഷിക്കുകയാണെന്ന് വെക്കട്ടെ. വിതൗട്ട് ഇൻവെസ്റ്റിംഗ് മണി, ഇൻവെസ്റ്റിംഗ് ടൈം വിത്ത് യു ടു ബിൽഡ് ദിസ് ബിസിനസ്. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ? ഇത് വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ്. എന്തായാലും ഞങ്ങളത് ആലോചിച്ചിട്ട് പറയാം സാർ. അത് കൊള്ളാം. നിങ്ങളുടെ ഗൂഗിളിൽ അവർ നന്നായി ഡിഫെൻഡ് ചെയ്തു. അതൊരു നല്ല ഉഗ്രം ഗൂഗിളായിരുന്നു സാർ. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് നമ്മുടെ വിമൻ കമ്മ്യൂണിറ്റി എത്രമാത്രം വലുതാണോ Thank you. അത് ഏത് വിധത്തിലായാലും ശരി, ശരിക്കും അത് നിങ്ങളുടെ പബ്ലിസിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലായാലും അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും, ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് ആസ് മൈ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, I don't want 5%. I am happy with 2% of equity, but I would like to offer a very organic part, which includes membership and access to my community. But I leave you to think about it. Okay, so right now we have 3 offers. അതെ, നിങ്ങൾക്ക് മുന്നിൽ 3 ഓഫറുകളുണ്ട്. ഈ ഓഫറുകളെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ലോഞ്ചിലേക്ക് പോകാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കൂ. നിങ്ങളിവിടെ ഏത് ടൈറ്റിന്റെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ 3 പേരുടെയും കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ, എന്നെ മറക്കരുത് കേട്ടോ. ഞാൻ ഇവർക്കൊരു ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാ. Sir, waiting for you, അപ്പോ sir. സാർ ഗെയിമിലേക്ക് തിരിച്ചു വന്നല്ലോ അല്ലേ? ഞാൻ ഗെയിമിലേക്ക് തിരിച്ചു വന്ന് വേറൊന്നും കൊണ്ടല്ല. ജിമ്മി സാറിന് നിങ്ങൾ എന്ത് വാല്യുവേഷൻ ആണ് കൊടുക്കുന്നത്, അതിന്റെ ബേസിൽ ഞാനൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ ഞാനും ഒരു ഇരട്ടി മധുരം സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ശരി, പറയൂ സർ. ഇവിടെ നിങ്ങൾക്ക് പണം മേജർലി ഇൻവെന്ററിക്ക് വേണ്ടിയാണല്ലോ വേണ്ടത്. അതാണല്ലോ ഒരു ബെറ്റർ ടൂൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എപ്പോഴും 10-12% കിട്ടുന്നത്. ഞാൻ 8% നിങ്ങൾക്ക് 50 lakh rupees ലോണായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. വേറെ സജഷൻസ് ഒന്നും പറയുന്നില്ല. ബിസിനസ് പ്രോഫിറ്റബിൾ ആവുന്ന സമയത്ത് അത് വേണമെങ്കിൽ ഞാൻ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം അറ്റ് ദി വാല്യൂഷൻ ഓഫ് ദാറ്റ് ടൈം. ഇതും നല്ലൊരു ഓഫർ തന്നെയാണ്. That also is good, a very good offer. So you guys can please go to the business launch. Yes. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം എടുക്കാം. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന പിക്ചേഴ്സ് ആണ്. കുട്ടികൾക്ക് ഉണ്ടാക്കിയതാ. തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഈ പാക്കേജിനകത്ത് Yeah, നല്ല nice. കോൺസെപ്റ്റ്. പിന്നെ ഈ ഏജിലുള്ള പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇത്രയ്ക്കും തരാൻ അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ ഓഫർ. സോ വി വിൽ സേ സോറി ടു ദിസ് and we will ask to join together, and better if these 3 come together, but then they will ask for equity. ഓ, കാൽക്കുലേറ്ററിന്റെ ഒക്കെ ആവശ്യം വന്നോ? അവൾ എപ്പോഴും അപ്പോ അങ്ങനെ. നമുക്ക് ഈ എഞ്ചിനീയർ ആൻഡ് ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നോക്കാം. First of all, thank you all for being on board with us. This is more than what we expected and we needed. We are okay with and we are very happy. കാരണം And we are also ഞങ്ങളോടൊപ്പം delighted to 4 work mentors with you. ഉണ്ട്. Very good, very good, very good. അപ്പോ വരൂ, കൈ കൊടുക്കൂ. Audience. Thank you so much, sir. All the best. Thank you, Thank sir. you so Thank you much, so sir. much. Thank you, Congratulations. ma'am. Thank you so Thanks a much. lot. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സർ. Congrats. Thank you, sir. Thank you so much. Yeah. കൃഷ്ണ മാഡം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയിരുന്നത്? ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ വളരെ നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ ശരിക്കും ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പിച്ച് ചെയ്യുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ബിസിനസ് ഇങ്ങനെ തുടങ്ങിയേ ഉള്ളൂ. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം ഗെറ്റിംഗ് വെരി ഇമോഷണൽ അത് ആക്ച്വലി. നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഓവർവെൽമിംഗ് റെസ്പോൺസ്, ഓഡിയൻസിന്റെ 100% വരുന്ന റെസ്പോൺസ്, അതുപോലെ 4 ജഡ്ജസ് തരുന്ന സഹായമൊക്കെ കാണുമ്പോൾ ഐ തിങ്ക് വി ആർ ഡൂയിങ് സംതിങ് റൈറ്റ്. എന്തൊക്കെ സാക്രിഫൈസസ് ചെയ്യേണ്ടി വന്നു, എത്ര ലേറ്റ് നൈറ്റ് റൺസ് വേണ്ടി വന്നു. എന്റെ മോൻ എന്നോടൊപ്പം സ്റ്റുഡിയോയിലാണ് ഉറങ്ങാറുള്ളത്. ദിസ് ഇസ് ഓൾ വർത്ത് ഇറ്റ്. ഐ എം വെരി ഹാപ്പി. 3ാമത്തെ പാർട്ട്ണറാ.
I'm very happy. Don't be so emotional. Everything is for good. നിങ്ങൾ ഏത് തരത്തിലാണ് ഈ ബിസിനസ് തുടങ്ങിയത്? ഒരുപാട് ഹസൽസും I know. സ്ട്രഗിൾസും അതുപോലെ മിസ്റ്റേക്സും ഇവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തു വരാനായത്? ഇതെല്ലാം നിങ്ങൾക്കൊരു ലെസൺ തന്നെയാണ്. എന്റർപ്രനേഴ്സിന് ഇതുപോലെയുള്ള പല ടാസ്കും ചെയ്യേണ്ടി വരുമെന്ന് അറിയാം. ഇവള് സൂപ്പർ വുമണാ മാഡം, സൂപ്പർ വുമണാ. You deserve the 75% share. 100 വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. എല്ലാം എടുത്തോട്ടെ. അപ്പൊ Thank you ഇതാണ് so ഈ much. ഐഡിയ ബാസ് വേദിയുടെ ഒരു അത്ഭുതം. നിങ്ങളെ പോലെയൊക്കെയുള്ള ഐഡിയ ബാസ് ജീവിതത്തിലെ ആദ്യത്തെ പിച്ച് ചെയ്യുന്നവര്, അവർക്ക് നമ്മുടെ എല്ലാ ടൈറ്റൻസും ഫണ്ടിങ്, മെന്റർഷിപ്പ് എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ സ്ട്രാറ്റജിക് പാർട്ണർ ആവാനും തയ്യാറാണ്. I know this is താങ്ക് യു വെരി മച്ച്.